അങ്കിത് ബയ്യനപുരിയെപ്പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ജിമ്മിൽ ഒന്നും പോകാതെ വീട്ടിൽ നിന്ന് തന്നെ ബോഡി ബിൽഡിംഗ് ചെയ്ത ഒരാളാണ് അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് വന്ന് പരിചയപ്പെടുകയും ചെയ്തു. ഇതിലൂടെ ബോഡി വെയ്റ്റ് ഗെയിൻ ചെയ്യാനും ബോഡി മസിൽസ് ഉണ്ടാക്കാനും ജിമ്മിൽ പോകാതെ തന്നെ ബോഡി വെയ്റ്റ് എക്സസൈസ് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ സാധിക്കും എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളുടെ പക്കൽ പണമുണ്ടെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ബോഡി മസിൽസ് ഉണ്ടാക്കാവുന്നതാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ പണവും ജിമ്മിൽ പോകാൻ സമയവുമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വിയർപ്പൊഴുക്കി കളയാനുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. ബിലീവ് മീ, എത്രത്തോളം വിയർപ്പുണ്ടാകുമോ അത്രത്തോളം വെയ്റ്റ് ഗെയിനും ഉണ്ടാകും. ജിമ്മിൽ പോയാൽ മാത്രമേ ബോഡി ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കൂ എന്നത് വലിയൊരു മിത്താണ്. ബോഡി കട്ടിങ്ങിന് വേണ്ടി ജിമ്മിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ നമുക്ക് ബോഡി ഫിറ്റാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്ന വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കുറച്ച് വർക്കൗട്ട്സിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ക്രാക്ക് ദ സീക്രട്ട് ഓഫ് ഹോം വർക്കൗട്ട്. നമ്പർ 1, മൺഡേ പുഷപ്സ്. ട്രൈസെപ്സിന് വേണ്ടി ഡയമണ്ട് പുഷപ്സ്. നിങ്ങളുടെ വെയ്റ്റ് ഗെയിൻ ജേണി ഒരു തേങ്ങ ഉടച്ച് തിങ്കളാഴ്ച ദിവസം ആരംഭിക്കുക. തേങ്ങയ്ക്ക് ഉടയ്ക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് തോന്നും. എന്നാൽ 80,000 രൂപയുടെ ബൈക്ക് വാങ്ങുമ്പോൾ നമ്മൾ തേങ്ങ ഉടക്കാറുണ്ട്. നമ്മുടെ ശരീരം 80 കോടിയിലേറെ വിലയുള്ളതാണ്. അതിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള യാത്ര തുടങ്ങുമ്പോൾ ഒരു തേങ്ങ ഉടച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും തിങ്കളാഴ്ച നിങ്ങളുടെ വർക്കൗട്ട് ജേണി ആരംഭിക്കേണ്ടതാണ്. ഇനി വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാം അപ്പ്. അതിനുള്ള കാരണം എന്തെന്നാൽ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ശരീരം തണുത്തായിരിക്കും ഉണ്ടാവുക. തണുത്ത ശരീരത്തിൽ പെട്ടെന്ന് മുറിവുകളും ചതവുകളും ഉണ്ടാകാം. അതുകൊണ്ട് ശരീരം വാമപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, വാമപ്പ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് പമ്പിങ്ങും കൂടുന്നു. അടുത്തതായി വർക്കൗട്ടിന് മുമ്പ് ഒരു ഗ്ലാസ് നിറയെ വെള്ളം കുടിക്കുക. കാരണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ജലാംശമില്ലെങ്കിൽ ക്രാംപ്സ്, മസിൽസ് സ്റ്റിഫ്നെസ് തുടങ്ങിയവ അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾ ആദ്യത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച, പുഷപ്സ് ആണ് ചെയ്യേണ്ടത്. പുഷപ്സ് പ്രധാനമായും നിങ്ങളുടെ ചെസ്റ്റ് ഏരിയയെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബോഡി വെയ്റ്റ് എക്സസൈസ് ആണ്. പലർക്കും പുഷപ്സ് ശരിയായി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അതിനായി ആദ്യം ശരീരം പ്ലാങ്ക് പൊസിഷനിൽ എത്തിക്കേണ്ടതാണ്. അതിനുശേഷം കൈകളും ബാക്കും സ്ട്രെയിറ്റ് ആക്കി വെക്കേണ്ടതാണ്. സ്റ്റൊമക്ക് മസിൽസിനെ ടൈറ്റ് ചെയ്യണം. കൈപ്പത്തികളെ തോളിന് നേരെ താഴെയാക്കി വെക്കണം. പൊസിഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം കപ്പാസിറ്റി അനുസരിച്ച് പുഷപ്സ് എടുക്കാം. ബിഗിനേഴ്സ് നോർമൽ പുഷപ്സ് 2 മുതൽ 3 റൗണ്ട് വരെ ചെയ്യാവുന്നതാണ്. നോർമൽ പുഷപ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റിൽ പ്രഷർ ഉണ്ടാവുന്നതാണ്. അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി തെറ്റാണ് എന്ന് കരുതുക. ഒരു റൗണ്ടിൽ 20 പുഷപ്പ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തുടക്കത്തിൽ പുഷപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കാൽമുട്ടുകൾ താഴെ മുട്ടിച്ച് ചെയ്യാവുന്നതാണ്. 3 റൗണ്ടുകൾ കഴിയുമ്പോൾ 2 മിനിറ്റിന്റെ ഇടവേള എടുക്കാൻ മറക്കരുത്. ട്രൈസെപ്സിന് വേണ്ടി ഡയമണ്ട് പുഷപ്സ് ആണ് ചെയ്യേണ്ടത്. അതിനായി അകത്തി വെച്ചിരിക്കുന്ന കൈകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ഇത്ര മാത്രമാണ് വ്യത്യാസം. തിങ്കളാഴ്ചത്തേക്ക് ഇത്രയും തന്നെ ധാരാളം. അതിനുശേഷം നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുക. മറ്റു ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സൂര്യ നമസ്കാരം. മോദിജി ഇതേ സൂര്യ നമസ്കാരത്തിന്റെ ബലത്തിലാണ് 73-ാം വയസ്സിലും രാജ്യം ഭരിക്കുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ വയറ്റിലെ എല്ലാ അവയവങ്ങളുടെയും സ്ട്രെച്ചിങ് ആണ് സംഭവിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മികച്ചതാകുന്നു. അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ രോഗമുള്ളവർ എല്ലാ ദിവസവും സൂര്യ നമസ്കാരം ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള വർക്കൗട്ട്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഈ സൂര്യ നമസ്കാരം മാത്രം ചെയ്താലും മതിയാകും. അത്രയ്ക്ക് ഗുണങ്ങളാണ് ഇത് കാരണം നിങ്ങൾക്ക് ലഭിക്കുക. സൂര്യ നമസ്കാരം നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം മെന്റൽ ഹെൽത്തും വർദ്ധിപ്പിക്കുന്നതാണ്. നമ്പർ 2, ട്യൂസ്ഡേ പുള്ളപ്സ്. ബൈസെപ്സിനായി ഡംബൽ. ചൊവ്വാഴ്ച നിങ്ങൾ പുള്ളപ്പാണ് ചെയ്യേണ്ടത്. അതിനായി വീട്ടിൽ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുക. പുള്ളപ്സ് ചെയ്തതിന് ശേഷം ബൈസെപ്സ് ആണ് ചെയ്യേണ്ടത്. ബൈസെപ്സ് ഉണ്ടാക്കാൻ ഏറ്റവും മികച്ച മാർഗമാണ് ഡംബൽസ്. ഓൺലൈനായിട്ടോ ഏതെങ്കിലും കടയിൽ നിന്നോ 500, 1000 പ്രൈസ് റേഞ്ചിൽ ഡംബൽസ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ജീവിതകാലം മുഴുവൻ അത് ഉപകരിക്കപ്പെടും. ഇനി പൈസ ചിലവാക്കിയുള്ള പണികൾക്കൊന്നും തയ്യാറല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഡംബൽസ് ഉണ്ടാക്കാവുന്നതാണ്. ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇത്രയും എഫേർട്ടെങ്കിലും നിങ്ങൾ ചെയ്തേ മതിയാകൂ. നമ്പർ 3, വെനസ്ഡേ ലെഗ് സ്ക്വാറ്റ്സ് ആൻഡ് ഷോൾഡർ. ബുധനാഴ്ച നിങ്ങൾ ലെഗ് സ്ക്വാറ്റ് ആണ് ചെയ്യേണ്ടത്. ഇത് വളരെയധികം എളുപ്പമുള്ള ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക. അതിനുശേഷം ഷോൾഡേഴ്സിൽ ശ്രദ്ധിക്കുക. പുഷപ്സ്, പുള്ളപ്സിലൂടെയൊക്കെ ഷോൾഡേഴ്സിന്റെ എക്സസൈസ് കൂടിയാണ് ചെയ്യുന്നത്. ഷോൾഡറിന് വേണ്ടിയുള്ള ഒരു നല്ല വ്യായാമമാണ് കയറിൽ പിടിച്ച് കയറുക എന്നുള്ളത്. ജിം മോഡേൺ കൾച്ചറിൽ ആളുകൾ കയറിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. വീട്ടിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഏതെങ്കിലും മരത്തിലോ കയറ് കെട്ടി അതിൽ വലിഞ്ഞു കയറുക. ഇത് നിങ്ങളുടെ മുഴുവൻ ശരീരത്തെയും തോളുകളെയും കൂടുതൽ ശക്തമാക്കും. ഇത് തുടർച്ചയായി നിങ്ങൾ 1 മാസത്തോളം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളുടെ ഗ്രിപ്പ്, ഷോൾഡർ ബാക്ക് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്നതാണ്. ഒരുപാടല്ല, ഒരു ദിവസം 5-10 മിനിറ്റ് നേരം ഇത് ചെയ്താൽ മതിയാകും.
മരത്തിലൊക്കെയാണ് നിങ്ങൾ കയറ് കെട്ടുന്നതെങ്കിൽ നോക്കിയും കണ്ടും ചെയ്യുക. മരച്ചില്ല ഉണങ്ങിയത് വലുതുമാണെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടുന്നതാണ്. അതിനുശേഷം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഈ പറഞ്ഞ 3 ദിവസങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക. നമ്പർ 4, സൺഡേ റെസ്റ്റ് ആൻഡ് റിക്കവറി. ഒരാഴ്ച മുഴുവൻ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഞായറാഴ്ച ബ്രേക്ക് എടുക്കുക എന്നുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞായറാഴ്ച അവധി കിട്ടുന്നത് പോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പോസൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊരു ബ്രേക്കിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ നിങ്ങൾ ആഴ്ച മുഴുവൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോവുകയും റിക്കവർ ആവാതെ വരികയും ചെയ്യാം. ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുമാത്രമല്ല, കഠിനമായ എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം അവധി എടുക്കുന്നതിലൂടെ നിങ്ങളുടെ മസിൽസ് റിലാക്സ് ആവുന്നു. അതിലൂടെ മസിൽസ് ഗ്രോത്തും ഉണ്ടാകുന്നു. തുടർച്ചയായി വ്യായാമം ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ വേദന ഉണ്ടാകും. അങ്ങനെ മസിൽസ് സ്റ്റിഫ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളയിൽ ഒരു ദിവസം റിലാക്സ് ചെയ്യുമ്പോൾ ബോഡി പെയിനും കുറയുന്നു. ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ തുടർച്ചയായി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനും ഈ ബ്രേക്ക് സഹായിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഞായറാഴ്ചയും എന്തെങ്കിലും വ്യായാമം ചെയ്താൽ കൊള്ളാമെന്നാണെങ്കിൽ ഒട്ടും ചിന്തിക്കാതെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാനും എളുപ്പമാണ്. ശരീരത്തെ അധികം സ്ട്രെസ് ചെയ്യിക്കുന്ന ഒന്നുമല്ല. ബൈ ദ വേ, സൂര്യ നമസ്കാരം എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞായറാഴ്ച അത് മാത്രം ചെയ്യുക. ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും റെസ്റ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക. എത്രത്തോളം വെള്ളം കുടിക്കുന്നോ നിങ്ങളുടെ ശരീരം അത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണ്. അതുകൊണ്ട് ശരീരത്തിൽ ജലത്തിൻ്റെ കുറവ് വരാതെ ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഓടുന്നത് ഒഴിവാക്കുക. വാമപ്പിന് വേണ്ടി 4-5 മിനിറ്റ് നേരത്തേക്ക് ഓടുന്നത് നല്ലതാണ്. എങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിൽ അധികം ഓടുന്നത് നല്ലതല്ല. ഓടുമ്പോൾ കലോറീസ് ബേൺ ആകും. അതുകൊണ്ട് കഴിവതും റണ്ണിങ് ഒഴിവാക്കുക. ഇതാണ് വീട്ടിൽ നിന്ന് തന്നെ ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്ന വർക്കൗട്ട്സ്.